ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ മിനി ഹെഡ് 2.0. എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ടൂർ പോവാണ്. അഷ്ടമുടി കായൽ യാത്ര ചെയ്യാനാണ് പോകുന്നത്. അപ്പോൾ അവിടെ സാമ്പ്രാണിക്കൊടി ഐലൻഡിലൊക്കെ കയറാനാണ് ഉദ്ദേശം. അപ്പോൾ ഇതാണ് ഞങ്ങൾ പോയ ബസ്. ഞങ്ങളെല്ലാവരും ഒരു ഫാമിലി പോലെയാണ് പോയത്. അപ്പോൾ എൻ്റെ ഒരു അസോസിയേഷനിൽ നിന്ന് പോയതാണ് ഈ ടൂറ്. പിന്നെ നമ്മളിപ്പോൾ ഈ കാണുന്നത് ഞങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഒരു ഹോട്ടലിൽ നിർത്തിയപ്പോൾ ഉള്ള വീഡിയോ ആണ്. ഇത് ഞങ്ങൾ നമ്മുടെ ബോർഡ് ചെയ്തപ്പോൾ ഉള്ള വീഡിയോ ആണ്. എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. പിന്നെ അതുകൂടാതെ തന്നെ ഞങ്ങൾ 5 മണിക്കൂറത്തേക്കുള്ള യാത്രയ്ക്കാണ് പോയത് ബോട്ടിൽ. പോകുന്ന വഴിക്ക് ഞങ്ങൾ വിളക്കമ്മ അങ്ങനെയുള്ള സ്കൾപ്ചേഴ്സൊക്കെ കണ്ടു. പിന്നെ അഷ്ടമുടി കായലിലെ 8 മുടികളും ഞങ്ങൾക്ക് നമ്മുടെ ബോട്ടിലുണ്ടായിരുന്ന ഗവൺമെൻറ്റിൻ്റെ ഉദ്യോഗസ്ഥർ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നു. ഇതാണ് ഞാൻ പറഞ്ഞ വിളക്കമ്മ എന്ന് പറയുന്ന സ്കൾപ്ചർ. അതുപോലെ തന്നെ ഈ സ്കൾപ്ചർ എന്ന് പറയുമ്പോൾ ഗോഡസ് ഓഫ് ലൈറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. പിന്നെ ഈ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ മെയിൻ സാമ്പ്രാണിക്കൊടി എന്ന് പറയുന്ന ലാൻഡിൽ എത്തിയപ്പോൾ ഉള്ള വീഡിയോ ആണ്. ഇനി ഇവിടുന്ന് വേണം നമുക്ക് ബോട്ടിൽ കയറാനായിട്ട്. ഇവിടുന്ന് സാമ്പ്രാണിക്കൊടി എന്ന് പറഞ്ഞാൽ വാട്ടർ സറൗണ്ടഡ് ഏരിയയിലേക്ക് പോകാനായിട്ട് കുറച്ച് ദൂരമേ ഉള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ബോട്ടിൽ കയറി ഇരിക്കുകയാണ്. പിന്നെ ഇവിടുന്ന് സാമ്പ്രാണിക്കൊടിയിലേക്ക് ഒരുപാട് ദൂരമൊന്നുമില്ല. നമ്മൾ കുറച്ച് ഒരു 5 to 10 minutes നമ്മൾ ഇതിൽ ട്രാവൽ ചെയ്താൽ മതി ബോട്ടിൽ. ഞങ്ങൾ ബോട്ടിൽ കുറച്ച് പേരേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി നമ്മൾ വന്നവരെല്ലാവരും വേറെ വേറെ ബോട്ട്സിൽ കയറിയിട്ടാണ് അങ്ങോട്ട് പോയത്. തിരിച്ച് വന്നതും അതുപോലെയാണ്. പിന്നെ ഇത് നമ്മൾ സാമ്പ്രാണിക്കൊടിയുടെ അടുത്തെത്തിയപ്പോഴുള്ള വീഡിയോ ആണ്. പിന്നെ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ഇത് നല്ലൊരു ടൂറിസ്റ്റ് ഏരിയ ആണ്. ഒരുപാട് പേര് ഇവിടെ ദിവസവും വന്നിട്ട് പോകാറുണ്ട്. ഫസ്റ്റ് ഞാൻ ഈ സ്ഥലത്തെ കുറിച്ചിട്ട് യൂട്യൂബിലാണ് കാണുന്നത്. അപ്പോഴും വിചാരിച്ചതാണ് ഇവിടെ വരണം എന്ന്. ഇനി ഇങ്ങനെ ഒരു ചാൻസ് കിട്ടിയപ്പോൾ ഞങ്ങൾ വന്നു. സോ ഇവിടെ വെച്ച് നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഇറങ്ങിയ പാടെ ഞങ്ങളുടെ പാൻറ്റ് മൊത്തത്തിൽ നനഞ്ഞു കേട്ടോ. കാരണം ഇവിടെ നമ്മൾ മുട്ടിൻ്റെ അത്ര വരെ എത്തുന്ന വെള്ളമുണ്ട്. എല്ലാവരും വരാൻ ആഗ്രഹിക്കുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇവിടെ ഒരുപാട് എൻജോയ് ചെയ്തു. പിന്നെ ഞങ്ങൾ ഇതുപോലെ കായലിൻ്റെ നടുക്കൊന്നും നമ്മൾ ആരും ഇതുവരെ ഇറങ്ങിയിട്ടുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഇത് ഫസ്റ്റ് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇത്. പിന്നെ കുറച്ച് നേരം വെള്ളത്തിലൊക്കെ കളിച്ചിട്ട് പിന്നെ ഫോട്ടോ എടുക്കുന്ന തിരക്കിലായിരുന്നു. പിന്നെ എൻ്റെ ഒരു വിഷമം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് കുറേ നേരമൊന്നും ഇവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് ഞങ്ങൾക്ക് 1 hour നമുക്കിതിൽ ഇവിടെ ചിലവഴിക്കാനായിട്ട് ഞങ്ങൾക്ക് ടൈം തന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ കിട്ടിയ ടൈം മാക്സിമം എൻജോയ് ചെയ്യാനാണ് ഞങ്ങൾ നോക്കിയത്. പിന്നെ ഇവിടുന്ന് കുറച്ച് ഉള്ളിലോട്ട് അങ്ങോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ ജ്യൂസ് അങ്ങനെ നമ്മളിങ്ങനെ ഉപ്പിലിട്ട സാധനങ്ങൾ അങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ട്. സോ അവിടെ നിന്ന് ഞങ്ങൾ ഗോലി സോഡ കുടിച്ചു. പിന്നെ ഞങ്ങൾ മെയിൻ സാമ്പ്രാണിക്കൊടി ലാൻഡിലെത്തിയതിന് ശേഷം ഒരു ഐസ്ക്രീമും കുടിച്ചു. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് മെയിൻ ലാൻഡിലെത്തിയപ്പോഴത്തേക്കും ടൈം ഒരുപാട് വൈകി. ഒരു 4 o'clock ആയി. അപ്പോൾ 1 hour ടൈമിൽ തന്നെ ഞങ്ങൾ തിരിച്ചെത്തി. എന്നിട്ട് പിന്നെ ആ സമയം വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ ബോട്ടിൽ തന്നെ ചായയും പിന്നെ കഴിക്കാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾക്ക് ബോട്ടിലുള്ള അവർ പറഞ്ഞു ലാസ്റ്റ്
ഈ ഒരു 1 hour നിങ്ങൾക്ക് എൻജോയ് ചെയ്യാം, അതിന് വേണ്ടിയിട്ട് പാട്ടൊക്കെ ഇട്ട് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഡാൻസ് ചെയ്യുന്നൊരു വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. പിന്നെ ഇത് ലൈഫിൽ മറക്കാൻ പറ്റാത്തൊരു ട്രിപ്പായിരുന്നു. അതുപോലെ തന്നെ ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയി. നമ്മൾ പോയ ബോട്ടിൻ്റെ പേര് സി അഷ്ടമുടി എന്നാണ്. പിന്നെ അവിടുത്തെ സ്റ്റാഫ്സും വളരെയധികം നമ്മൾ സപ്പോർട്ടീവായിരുന്നു. അവരിൽ എനിക്കിഷ്ടപ്പെട്ട 2 പേരുണ്ട്, വിനോദ് അങ്കിളും രഞ്ജിത്ത് അങ്കിളും. ഇവർ കുറച്ചുകൂടി നന്നായിട്ട് എല്ലാവരുമായിട്ടും ഇൻട്രാക്ട് ചെയ്ത് നന്നായിട്ട് നിന്നു. അവിടെ ഈ ഡാൻസിങ്ങിലൊന്നും അത്ര ഇൻട്രസ്റ്റ് ഇല്ലാത്ത കുറച്ച് പേരുണ്ടായിരുന്നു കേട്ടോ. അവരെ കൊണ്ടൊക്കെ മാക്സിമം ഡാൻസ് കളിപ്പിച്ചു നമ്മുടെ ഈ വിനോദ് അങ്കിളും പിന്നെ നമ്മുടെ രഞ്ജിത്ത് അങ്കിളും. അതുകൊണ്ടൊക്കെ തന്നെ നമ്മൾ ഈ കൊല്ലം അഷ്ടമുടി കായലിൽ ബോട്ട് യാത്ര ചെയ്യാൻ പോകുന്നവർ കൂടുതലും സി അഷ്ടമുടി എന്ന ബോട്ട് തിരഞ്ഞെടുക്കുക. ബിക്കോസ് ഇവിടുത്തെ സ്റ്റാഫ്സ് അങ്കിൾസ് എല്ലാം നന്നായിട്ട് നമ്മളെ ഭയങ്കര സപ്പോർട്ടീവായിട്ടുള്ള ആൾക്കാരാണ്. പിന്നെ ഞങ്ങളുടെ ഈ ട്രാവലിംഗ് വീഡിയോ എൻ്റെ യൂട്യൂബ് ചാനലിൽ മാത്രമല്ല കേട്ടോ, നമ്മുടെ സി അഷ്ടമുടി എന്ന് പറയുന്ന ബോട്ടിന് ഒരു ഫേസ്ബുക്ക് അക്കൗണ്ടും ഇൻസ്റ്റാ അക്കൗണ്ടും ഉണ്ട്. അതിനകത്തും നമ്മുടെ ഈ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അവർ. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇനി ഇവിടെ പോകാത്തവരുണ്ടെങ്കിൽ ഒട്ടും വൈകണ്ട, വേഗം വിട്ടോ. പിന്നെ നമ്മുടെ ഈ ബോട്ടിൽ യാത്ര ചെയ്യാനായിട്ട് അതിന് ബുക്ക് ചെയ്യാനുള്ള നമ്പറും ഞാൻ താഴെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. സോ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് എല്ലാവരും നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. കൂടെ അടുത്തിറങ്ങുന്ന ബെൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടും. സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നതിലേക്കും എല്ലാവർക്കും ബൈ.